ഖലിസ്ഥാൻവാദി നേതാവ് ഹർദീപ് സിംഗ് നിജ്ജാറുടെ വധത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കിയത്. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഉന്നയിച്ച ആരോപണങ്ങൾ നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കുന്നതിലേക്കും വിസ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിലേക്കും നയിച്ചു. ഈ പ്രതിസന്ധിക്ക് ഇപ്പോൾ നേരിയ അയവ് വന്നിട്ടുണ്ടെങ്കിലും കാനഡ സർക്കാർ കൊണ്ടുവന്ന പുതിയ കുടിയേറ്റ നിയന്ത്രണങ്ങൾ വിദ്യാർത്ഥികൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പുതിയ കുടിയേറ്റ നിയന്ത്രണത്തിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങൾ മാത്രമല്ല, കാനഡയിലെ ചില ആഭ്യന്തര പ്രശ്നങ്ങളും കാരണമായിട്ടുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വിദ്യാർത്ഥി വിസകളുടെ എണ്ണത്തിൽ 35% കാനഡ ഈ വർഷം കുറവ് വരുത്തിയിട്ടുള്ളത്. ഈ തീരുമാനം കേവലം രാഷ്ട്രീയ പ്രേരിതമല്ല എന്നാണ് റിപ്പോർട്ട്. കാനഡ ഇന്ന് നേരിടുന്ന രൂക്ഷമായ ഭവന പ്രതിസന്ധിയും ജീവിത ചെലവ് വർധനവുമാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം. ടൊറന്റോ, വാൻകൂവർ തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ വീടുകളുടെ വാടക സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കുന്നു. ജനസംഖ്യയിലുണ്ടായ പെട്ടെന്നുള്ള വർധനവ് അടിസ്ഥാന സൗകര്യങ്ങളെയും ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങളെയും സമ്മർദ്ദത്തിലാക്കി. ഇത് സ്വദേശികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായതോടെയാണ് കുടിയേറ്റ നിയമങ്ങൾ കർക്കശമാക്കാൻ സർക്കാർ നിർബന്ധിതരായത് എന്നാണ് റിപ്പോർട്ട്. കാനഡയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായത് ഗ്യാരണ്ടീഡ് ഇൻവെസ്റ്റ്മെന്റ് സർട്ടിഫിക്കറ്റ് തുകയിലുണ്ടായ വർധനവാണ്. നേരത്തെ $10,000 ആയിരുന്ന ഈ തുക ഇപ്പോൾ $20,635 ഉയർത്തിയിട്ടുണ്ട്. കാനഡയിലെ ഉയർന്ന ജീവിത ചെലവ് നേരിടാൻ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക ശേഷിയുണ്ടെന്ന് ഉറപ്പാക്കാനാണ് ഈ നടപടി. ഇതിനു പുറമെ പഠനത്തോടൊപ്പം ചെയ്യാവുന്ന പാർട്ട് ടൈം ജോലികളുടെ സമയക്രമത്തിലും സർക്കാർ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. മുൻപുണ്ടായിരുന്ന തൊഴിൽ ലഭ്യത ഇപ്പോൾ കുറവാണ് എന്നതും വിദ്യാർത്ഥികളെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കുന്നു.